രാവിലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അപ്പൊ പിന്നെ എമ്പുരാൻ കാണാൻ ഓട്ടോറിക്ഷയിൽ ചേച്ചിനെ ഓണമാക്കാനാണ് അവിടെ വരെ പോയത്. ഞാൻ പിന്നെ വൈകിട്ട് പൊക്കോളാം. ആളെനിക്ക് വേണ്ടി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താ. പിന്നെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞപ്പോഴാണ് ആള് മാറ്റി കൊടുത്തത്. പിന്നെ ഈ സുട്ടാപ്പി വണ്ടിയിൽ പോയി. വീട്ടിൽ വന്നിട്ട് നേരെ ഫാബിക്ക് പോയി. അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പോയത്. ഇതാനന്ദ് ബ്രോ എന്റെ ആദർശ് ബ്രോ. പരിചയപ്പെടുത്തില്ലെന്ന് വേണ്ട. ഇവിടെ പിന്നെ വന്നേന്ന് കഴിഞ്ഞ സമയം പോണത് അറിയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഹെയർ കട്ടിങ്ങും അതുപോലെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് നേരെ പോകും. അവിടെ ചെന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കും. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് അമ്മേടെ അടുത്തേക്ക് ചെന്നു. വെയിലൊക്കെ അല്ലേ, അമ്മേനെ കൊണ്ട് പോയത് നേരെ സ്മാർട്ട് മീഡിയ കോളേജ് നന്ദിലത്തക്കാരി ലൂസിഫർ ഒക്കെ ഇട്ടുണ്ട്. ഈ വീട് നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമയിൽ കാണണ്ട, ഒരു സീനിലുള്ള ഭാഗമാണ്. എന്റെ ഒരു ഫേവറേറ്റ് സീനും കൂടിയാണ്. അവിടുന്ന് പിന്നെ ഞാൻ അമ്മയും കൂടി പള്ളിയിലേക്കൊന്ന് പോയി. മിക്ക ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഞങ്ങൾ പോവാ. ഈ ആഴ്ച ആ സമയത്ത് എനിക്ക് പോവാൻ പറ്റിയില്ല, അതുകൊണ്ടൊന്ന് ജസ്റ്റ് പോയി. വീട്ടിലന്ന് നേരത്തോടെ തന്നെ ജിമ്മിന് പോയി. ഒരാളാണെങ്കിൽ എമ്പുരാന്റെ സ്പോയിലർ പറയാൻ കാത്തു. ഇവിടുത്തെ ഒരു മെയിൻ ആളെ കാണിച്ചത്. ആളോട് പേര് ചോദിച്ചപ്പോൾ റിയാക്ഷൻ ആണ് കണ്ടത്. ഇനി സിനിമ ടൈം. നേരെ ചാന്തുവിലെത്തി. ആമ്പല്ലൂര് ടിക്കറ്റ് കയ്യിൽ കിട്ടിയോടുകൂടി എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് കൂടി. സത്യം പറയുകയാണെങ്കിൽ ആ ജംഗിൾ ഫൈറ്റ് മാത്രം മതി നമ്മുടെ ടിക്കറ്റിന്റെ കാശ് മുതലാവും. ഞാൻ കണ്ടുടാ പഴയ ലാലേട്ടനെ. സിനിമ ഉണ്ട് കഴിഞ്ഞു, ചാർജ് കഴിഞ്ഞു. ഇനി ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പൊ ശരി, ബൈ ബൈ.